എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും എന്ന വചനഭാഗമാണ് നാം വിചിന്തനത്തിന് വിധേയമാക്കുന്നത്. സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ തീർച്ചയായും സ്നേഹിക്കുന്ന ആളിൻ്റെ വചനം സ്നേഹിക്കപ്പെടുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. പഴയ നിയമത്തിൽ ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചുകൊണ്ട് അവിടുത്തെ ആഴമായ സ്നേഹം വെളിപ്പെടുത്തുകയുണ്ടായി. ദൈവത്തിൻ്റെ ആഴമായ സ്നേഹം വെളിപ്പെടുത്തിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ദൈവസ്നേഹം തുടർന്നു കൊണ്ടുപോകുവാൻ വേണ്ടി ദൈവം ഇസ്രായേൽ ജനങ്ങളെ തിരഞ്ഞെടുത്തു. ദൈവസ്നേഹത്തിൻ്റെ അടയാളങ്ങളായിട്ടാണ് ഇസ്രായേൽ ജനം പഴയ നിയമത്തിൽ നിലകൊള്ളുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി ദൈവം അവർക്ക് 10 കൽപ്പനകൾ നൽകി. ആ 10 കൽപ്പന അനുസരിക്കുമ്പോഴൊക്കെ ദൈവസ്നേഹത്തിൽ ആയിരിക്കുവാനും ദൈവസ്നേഹ സ്മരണയിലും ബന്ധത്തിലും നിലനിന്നുകൊണ്ട് ദൈവത്തിന് വിശ്വസ്തരായി ജീവിക്കുവാനും ദൈവം അവരെ ആഹ്വാനം ചെയ്തു. അപ്രകാരം സീനായ് മലയിൽ വെച്ച് ഉടമ്പടി ചെയ്തുകൊണ്ട് സ്നേഹത്തിൻ്റെ ഉടമ്പടി സ്വീകരിച്ച ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സ്വന്തം ജനമായി മാറുകയുണ്ടായി. ആ സ്വന്തം ജനമായി മാറിയ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമായ അടയാളമായി ഈ 10 കൽപ്പനകൾ നിലകൊള്ളുകയാണ്. എന്നാൽ കാലക്രമേണ കൽപ്പനകൾ മറന്നുകൊണ്ട് അതിലൂടെ ദൈവസ്നേഹത്തെ മറന്നുകൊണ്ട് അവരുടേതായ വ്യക്തി താല്പര്യങ്ങൾക്ക് വശംവദരായി ജീവിക്കുന്നതിലേക്ക് അവർ ശ്രദ്ധ തിരിച്ചു. പ്രത്യേകിച്ച് ദൈവം നൽകിയ സ്നേഹത്തിൻ്റെ അടയാളമായ കൽപ്പനകൾ ധിക്കരിക്കുകയാണ് അവരുണ്ടായത്. ദൈവകൽപ്പനകൾ ധിക്കരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അന്യദേവന്മാരെ കുറിച്ചുള്ള ചിന്തകളും അവരുടെ രീതികളുമൊക്കെ ദൈവസ്നേഹത്തിന് തടസ്സമാകുന്ന രീതിയിൽ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. വിഗ്രഹാരാധനയിലൂടെ വിഗ്രഹങ്ങളുടേതായ രീതികളും അവരുടെ അധാർമികമായ പ്രവർത്തനങ്ങളുമൊക്കെ ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൻ്റെ സാധാരണ സംഭവമായി മാറി. അങ്ങനെ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയി വിഗ്രഹങ്ങളുടെ പിറകെ പോയ ഇസ്രായേൽ മക്കൾ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് വഴുതി വീഴുന്നതായിട്ടാണ് നാം കാണുന്നത്. പഴയ നിയമത്തിൽ ഇപ്രകാരം ദൈവസ്നേഹത്തിൻ്റെ അടയാളമായിട്ട് നിലകൊണ്ടത് 10 കൽപ്പനകളായി. പുതിയ നിയമത്തിൽ ദൈവം തൻ്റെ പ്രിയപുത്രനെ അവിടുത്തെ സ്നേഹത്തെ പ്രതി മനുഷ്യകുലത്തോടുള്ള സ്നേഹത്തെ പ്രതി അയക്കുകയുണ്ടായി. മനുഷ്യകുലത്തോടുള്ള സ്നേഹത്തെ പ്രതി അയക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തു മനുഷ്യരോടൊപ്പം വസിച്ചുകൊണ്ട് അവരെ സ്നേഹിച്ചു, സ്നേഹത്തിൽ ഒന്നായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. യേശു താൻ അധികമായിട്ട് സ്നേഹിച്ചവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ എൻ്റെ വചനം പാലിക്കും. സാധാരണഗതിയിൽ മാതാപിതാക്കൾ മക്കളോട് പറയുന്നത് തന്നെയാണ്. മാതാപിതാക്കളുടെ സ്നേഹം പ്രകടമാക്കുന്നത് ചില വിലക്കുകളും ചില രീതികളും മക്കളെ അഭ്യസിച്ചുകൊണ്ടാണ്. ആ വിലക്കുകൾ ലംഘിക്കുമ്പോൾ, ആ നിർദ്ദേശങ്ങൾ അവർ തിരസ്കരിക്കുമ്പോൾ മാതാപിതാക്കളുടെ സ്നേഹത്തിൽ നിന്ന് അകലുകയാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിലും പരസ്പരം സ്നേഹിക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് അവർ കൊടുത്ത ഉടമ്പടിയേക്കാൾ ഉപരിയായി സ്വാർത്ഥപരമായ സ്നേഹങ്ങളാണ്. സ്വാർത്ഥപരമായ സ്നേഹ വികാരങ്ങളൊക്കെ അവരുടേതായ സ്വന്തം താല്പര്യങ്ങളെ പ്രചോദിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെ മാറുകയും അങ്ങനെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ വിഗ്രഹങ്ങൾ സ്നേഹബന്ധത്തിന് തടസ്സമായി മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് യേശുനാഥൻ പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനങ്ങൾ പാലിക്കണം. യേശുവിനെ സ്നേഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ വചനത്തെയാണ് നാം സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നത്. വചനം പാലിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 2 രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായി ദൈവവചനം ശ്രവിക്കലാണ്. സ്നേഹിക്കുന്ന ആളിനെ ആഴമായ സ്നേഹത്തെ പ്രതി നിരന്തരം ശ്രവിക്കുമ്പോൾ ആ സ്നേഹസ്പന്ദനം ശ്രവിക്കപ്പെടുന്ന ആളിൻ്റെ ഹൃദയത്തിൽ ശക്തമായി സ്പന്ദിച്ചുകൊണ്ടേയിരിക്കും. ആ സ്നേഹസ്പന്ദനമാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ശക്തിയായി പകരുന്നത്. യേശുവിനെ സ്നേഹിക്കുമ്പോൾ അവിടുത്തെ വചനം ഹൃദയത്തിൽ പ്രതിധ്വനിക്കുകയും അത് ജീവിതത്തിൻ്റെ വഴികളേക്ക് പ്രകാശപൂർണമാക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ആ വചനം ശ്രവിച്ചുകൊണ്ട് ആ വചനത്താൽ ഭരിക്കപ്പെടുന്ന ഒരവസ്ഥയിലുണ്ട്. വചനം ശ്രവിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം
ആ വചനത്താൽ ഭരിക്കപ്പെടുന്ന ഒരവസ്ഥയും വളരെ പ്രധാനപ്പെട്ടതാണ്. വചനം ഭരിക്കുക എന്ന് പറയുന്നത് ആ വചനത്തിന്റെ പ്രചോദനത്താൽ ജീവിക്കുക എന്നുള്ളതാണ്. ഓരോ നിമിഷങ്ങളിലും ഓരോ തീരുമാനങ്ങളിലും ഒരു വ്യക്തി ചെന്നെത്തേണ്ടത് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമാണ്. അങ്ങനെ ദൈവസ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ വചനം കേട്ടും അവിടുത്തെ വചനത്താൽ ഭരിക്കപ്പെട്ടും ജീവിച്ചു കഴിഞ്ഞാൽ യേശു പറയുന്നത് പിതാവ് അവരെ സ്നേഹിക്കുമെന്ന്. യേശുവിന്റെ വചനം കേട്ട് അവിടുത്തെ സ്നേഹത്തിൽ ജീവിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യേകത പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തെ അനുഭവിക്കുവാൻ ആ വ്യക്തി കഴിയും. പിതാവായ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്ന അവസരത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം അത്ഭുതാവുന്നതാണ്. കാരണം ആ വ്യക്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും വാസസ്ഥലമായി മാറുകയാണ്. ദൈവത്തിന്റെ സ്നേഹത്താൽ നിറഞ്ഞ് അവിടുത്തെ വചനങ്ങൾ കേട്ട് ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും വാസസ്ഥലമായി തീരുമ്പോൾ ഓരോ ക്രൈസ്തവനും ഈ ലോകത്തിന്റെ പ്രകാശമായി മാറുകയാണ്. ലോകത്തിന്റെ നിറഞ്ഞ പ്രകാശമായി മാറിക്കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ അന്ധകാരത്തെ ദൂരീകരിക്കുവാനും പാപബന്ധനങ്ങൾ മോചിപ്പിച്ചുകൊണ്ട് അവരെ ദൈവികമായ രാജ്യ അനുഭവത്തിലേക്ക് നയിക്കുവാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സ്നേഹത്തിന്റെയും വചനപാലനത്തിന്റെയും പ്രത്യേകത. സ്നേഹം വചനപാലന രൂപത്തിൽ നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്. ആ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ നിറയുമ്പോഴാണ് ജീവിതം സുന്ദരമാകുന്നത്. പലപ്പോഴും അതിന് തടസ്സമായി നിൽക്കുന്നത് നാം സ്വാർത്ഥപരമായി തീർക്കുന്ന നമ്മുടെ വിഗ്രഹങ്ങളാണ്. ആ വിഗ്രഹങ്ങൾ ഒരുപക്ഷെ ദൈവകൽപ്പനയെ മറന്നുകൊണ്ട് ദൈവസ്നേഹത്തെ മറന്നുകൊണ്ട് പണത്തെയും അധികാരത്തെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളെയും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് അതിനടിപ്പെടുന്ന പ്രക്രിയയാണ്. അങ്ങനെ അതിനൊക്കെ അടിപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ വിഗ്രഹങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് നാം തീർക്കുന്നത്. നാം അങ്ങനെ തീർക്കുന്ന വിഗ്രഹങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ സ്നേഹിക്കുന്നതിന് തടസ്സമായിട്ട് മാറുകയും ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുകയും നമ്മുടെയൊക്കെ ജീവിതം അന്ധകാരപൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും. ഓരോ ക്രിസ്ത്യാനിയും പ്രകാശത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണെങ്കിൽ ഈ പ്രകാശം അവന്റെ ജീവിതത്തിൽ പ്രതിഫലിക്കപ്പെടുന്നത് ദൈവസ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് അവിടുത്തെ വചനങ്ങൾ കേട്ട് അത് പാലിക്കുകയും ആ വചനം കേട്ട് പാലിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിൽ ജീവിക്കുകയും ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിരന്തരം വ്യാപരിക്കുകയും ചെയ്യുന്ന അത്ഭുതാപകമായ ഒരു പ്രതിഭാസമാണ്. അങ്ങനെ ദൈവസ്നേഹത്തിന്റെ വലയത്തിൽ ആയിരുന്നുകൊണ്ട് ക്രിസ്തു സാക്ഷ്യം നയിച്ച് ജീവിതം അർത്ഥപൂർണ്ണമാക്കുവാൻ വേണ്ടിയുള്ള ആഹ്വാനമാണ് ഈ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്നത്. അവിടുത്തെ സ്നേഹിക്കുന്നത് വെറും വാക്കുകൊണ്ടാകാതെ ഓരോ ദിവസവും അവിടുത്തെ വചനം പാലിക്കുന്നതിലാകും. അതുവഴി ഗ്രേക ദൈവത്തിന്റെ വലിയ സ്നേഹ കൂട്ടായ്മയിൽ നമുക്ക് ഒന്നു ചേർന്ന് സന്തോഷത്തോടുകൂടി ജീവിക്കാം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.